സീഡിനെറ്റിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പ് അഭിമുഖത്തിൽ ഇപ്പോൾ നമ്മളോടൊപ്പം കായംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി തമ്പി മേട്ടുതറയാണ് ചേരുന്നത്. തമ്പി മേട്ടുതറ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ വലിയ തിരക്കിനിടയിൽ അല്പസമയം സീഡിനെറ്റിനൊപ്പം. സ്വാഗതം. എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് അംഗത്തിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു, മറ്റൊരു പാർട്ടിയിൽ മറ്റൊരു എക്സ്പീരിയൻസ്, മറ്റു കൂട്ടുകാർ ഒക്കെ ആയിരുന്നു. നിലവിലിപ്പോൾ NDAയോടൊപ്പം BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കായംകുളത്തിൻ്റെ പ്രതീക്ഷ എന്താണ്? തമ്പി മേട്ടുതറ എന്ന സ്ഥാനാർത്ഥിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? NDAയോടൊപ്പം പുതുതല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുട്ടനാട്ടിൽ മത്സരിച്ചിരുന്നു. അപ്പം അവരുമായി നേരത്തെയുള്ള വ്യത്യസ്ത രീതികളൊക്കെ ആണെങ്കിലും അതെല്ലാം മനസ്സിലാക്കി ഞാനിപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. കായംകുളത്ത് ആദ്യമായിട്ടെന്ന സ്വഭാവത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. നേരത്തെ CPIയിൽ നിന്നുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വരെയായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ആൾ കൂടിയാണ്. ആ നിലയ്ക്ക് കായംകുളത്ത് ആദ്യമായിട്ടാണ് NDA കാൻഡിഡേറ്റായിട്ട് വരുന്നത്. പാർട്ടിയുടെ BJPയിൽ നിന്ന് അടക്കം പൂർണ്ണമായ പിന്തുണയുണ്ടോ? എങ്ങനെയാണ്? വളരെ ആവേശകരമാണോ തെരഞ്ഞെടുപ്പ് രംഗം? CPIയിൽ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ CPI ഒന്നിരണ്ട് കാര്യങ്ങൾ അഭിപ്രായം പറയേണ്ടതായിട്ടുണ്ട്. കാരണം ജെൻഡർ പാർക്ക് വിഷയം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPIയുടെ പ്രതിയായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുന്നത്. ആ സമയത്ത് വളരെ പ്രധാനമായി ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തിലടക്കം ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ജെൻഡർ പാർക്കുമായി ബന്ധപ്പെട്ട അഴിമതി കേസ്. അതിൽ CPIയുടെ നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ ഒറ്റയ്ക്കെടുത്തതല്ല. പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ നടന്ന ഒരു അഴിമതിയെക്കുറിച്ച് വിവരങ്ങൾ ഞാൻ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പാർട്ടി തീരുമാനിച്ചതനുസരിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. പാർട്ടി അതിൻ്റെ ഘട്ടത്തിൽ വിജിലൻസിന് മൊഴി കൊടുക്കാനും അതിന് ശക്തമായ അഴിമതിയാണെന്ന് പാർട്ടി നിയോഗിച്ചിരുന്ന പ്രത്യേക കമ്മിറ്റി അത് പരിശോധിച്ചിട്ട് പാർട്ടി എക്സിക്യൂട്ടീവാണ് എന്നോട് പറയുന്നത് അതിന് സ്ട്രോങ് നിലപാട് CPIയുടെ എല്ലാ എക്സിക്യൂട്ടീവാണ് സ്ട്രോങ് നിലപാട് സ്വീകരിക്കാൻ പറഞ്ഞത്. ആ നിലപാടിൽ CPIക്ക് ഇപ്പോൾ മാറ്റമുണ്ടെന്ന് അറിയണ്ടേ? ആണിപ്പോൾ കായംകുളത്തെ LDF കാൻഡിഡേറ്റ്. CPI എൻ്റെ പ്രധാനപ്പെട്ട ചുക്കാൻ പിടിക്കുകയാണ്, സഖ്യകക്ഷിയെ ചുക്കാൻ പിടിക്കുകയാണ്. അപ്പോൾ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ഇതുവരെ CPI വ്യക്തമാക്കിയിട്ടില്ല. ആ അഴിമതി കേസിൽ CPIയുടെ നിലപാടിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന ആ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേ എന്തായെന്നുള്ളത് ഞാൻ അന്വേഷിച്ചില്ല. അത് അഡീഷണൽ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസ് എടുക്കുമ്പോൾ ഗവൺമെൻറ് അനുമതി വാങ്ങിക്കണമെന്നുള്ള ഒരു ചെറിയ ന്യൂനതകൾ, എടുത്ത നടപടികളിലെ ന്യൂനതകൾ മാത്രമാണ്. അല്ല അഴിമതി അത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് സ്റ്റേ ഹൈക്കോടതി നിലനിൽക്കുന്നത്. അതിനെക്കുറിച്ച് CPI നിലപാട് വ്യക്തമാക്കി കഴിയുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയാം. ചോദ്യം യഥാർത്ഥത്തിൽ ജെൻഡർ പാർക്ക് അഴിമതിയുമായി ബന്ധപ്പെട്ട് CPI വിട്ട് NDAയിലേക്ക് പോയതുമായി ബന്ധിച്ചായിരുന്നില്ല. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിൽ താങ്കൾ ജനവിധി തേടുകയാണ്. അതിൽ നിങ്ങളുടെ പ്രതീക്ഷ എന്തൊക്കെയാണ്? കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ, അതായത് BJP അടക്കമുള്ള NDA ഘടകകക്ഷികളുടെയും മുഖ്യ പാർട്ടികളുടെയും ഒക്കെ പിന്തുണയും അവർ ഒപ്പം ചേർന്നുള്ള പ്രവർത്തനം എത്രമാത്രമുണ്ട്? പ്രതീക്ഷ നൽകുന്നതാണോ? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. കാരണം ആദ്യഘട്ടത്തിൽ കുറച്ച് ഞങ്ങൾ താമസിച്ചാണ് സ്ഥാനാർത്ഥി നിർണയവും പ്രഖ്യാപനവും ഒക്കെ വന്ന് താമസിച്ചായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ ഞങ്ങൾ ഇപ്പോൾ മുന്നിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഞാനും പലരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അറിവ് ഇമ്പാക്റ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അത് വലിയ പ്രതീക്ഷയാണ്. കാരണം BJP മുമ്പേ ചോദിച്ചതല്ലോ BJPയുടെ സഹകരണം എങ്ങനെയുണ്ടോ? BJP അണികളെല്ലാം വളരെ സഹകരണത്തിലാണ്. ആദ്യം നേരത്തെ ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ എന്ന പേരുമൊക്കെ ഇങ്ങനെ വന്നിരുന്നുവെങ്കിലും അവർ പാലക്കാട് മത്സരിക്കുന്ന സിറ്റുവേഷനിലുമൊക്കെ മനസ്സിലായി ഇത് BDSയുമായി ബന്ധപ്പെട്ട സീറ്റാണ്. ഘടകകക്ഷിക്ക് അവരത് പൂർണ്ണമായി ഉൾക്കൊണ്ട് തെങ്ങിൻ തോപ്പ് ഏറ്റെടുക്കാൻ അവരുടെ അണികൾ 100% വളരെ സന്നദ്ധമാണ്, സന്തോഷത്തിലാണ്. നമ്മൾ ചെല്ലുമ്പോൾ മനസ്സിലാവുമല്ലോ. ഞങ്ങളുടെ സ്വീകരണ യോഗങ്ങളിലൊക്കെ ഇപ്പോൾ നടക്കുന്നു. ആ സ്വീകരണ യോഗങ്ങളിലൊക്കെ നടക്കുമ്പോൾ അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട്. പൂർണ്ണമായിട്ടും അത് സന്തോഷത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NDAയുടെ ഭാഗം ആകുമ്പോൾ NDAയുടെ പൊളിറ്റിക്സ് തികച്ചും ഭിന്നമാണ്. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന പാർട്ടിയാണ് യഥാർത്ഥത്തിൽ CPIയും സ്വാഭാവികമായിട്ടും BDJS അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന NDAയുമായിട്ട് ബന്ധപ്പെട്ട്. അത് തമ്പി മേട്ടുതറയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉണ്ടായിരുന്ന കായംകുളത്തെ മേട്ടുതറ നാരായണൻ സഖാവിൻ്റെ മകൻ പാർട്ടിയിൽ തന്നെ വളർന്നു വന്ന ഒരാൾ. അതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകൾക്കൊപ്പമാണ് ഇപ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നത്.
അത് സിങ്ക് ആകുന്നുണ്ടോ? എങ്ങനെ അവർക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പഴയ രാഷ്ട്രീയ ജീവിതം നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു അപകർഷത നമ്മൾ സൃഷ്ടിക്കുന്നുണ്ടോ? എന്ത് അപകർഷത! ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മതമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞത് UDF അല്ലേ. അപ്പോൾ അതിന് തെറ്റാണെന്ന് പറയാൻ LDFനോ CPIക്കോ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മതം പ്രചരിപ്പിക്കുന്നത് ആരാണ്? ജാതി പ്രചരിപ്പിക്കുന്നത് ആരാണ്? കൃത്യമായ ആൻസർ നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായ ആൻസർ അതിനകത്ത് തന്നെ ഉണ്ട്. അതിനകത്ത് യാതൊരു കാരണം ഒരു മതേതര കാഴ്ചപ്പാട് തന്നെയാണ് എനിക്ക്. അതെൻ്റെ ജീവിതം അവസാനം വരെയും ആ കാഴ്ചപ്പാട് തന്നെയായിരിക്കും. ആ കാഴ്ചപ്പാടിൽ നിന്ന് എനിക്കിപ്പോൾ വളരെ കൃത്യമായി വളരെ ഹാപ്പിയായിട്ടാണ് ഞാൻ എന്നെ ഇപ്പോൾ ചെയ്യുന്നത്. കാരണം എനിക്കിതൊക്കെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്നു. ഒരിക്കലും NDAയോ BJPയോ ഒരു വർഗീയ പാർട്ടിയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ആ നിലപാട് ലീഡർഷിപ്പ് പറയുന്ന പല കാര്യങ്ങളിനകത്തൂടെ മതേതര കാഴ്ചപ്പാടിൽ തന്നെയാണ് ഞങ്ങളോട് സംസാരിക്കുന്നതും ലീഡർഷിപ്പ് സംസാരിക്കുന്നതും ഞങ്ങൾ ഇടപെടുന്നതും ഞങ്ങൾ മുന്നോട്ട് പോകുന്നതും. അപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല. മറ്റേത് ഒരു കപടമുഖം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാതിരിക്കുക, പല കാര്യങ്ങളും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ച് സംസാരിക്കുക. നമുക്ക് ഒരു പ്രീണന നയം ഒരിടത്തും കാണിക്കാൻ പാടില്ല. അത് ഭൂരിപക്ഷ എത്തുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആണ് ഇവിടെ. അല്ല, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തന്നെ എതിർക്കപ്പെടണം. അതിന് തെറ്റുകൾ ഭൂരിപക്ഷം പറഞ്ഞാലും ന്യൂനപക്ഷം പറഞ്ഞാലും അതിനെ തെറ്റാണെന്ന് തന്നെ പറഞ്ഞു പോകാനുള്ള ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അതാണ് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും പിന്നീട് വന്ന LDF ഗവൺമെൻറ്റുമൊക്കെ നേതാക്കന്മാർ പിന്തുടരുന്നത്. പക്ഷേ ആ തരത്തിലല്ല, പല അജണ്ടകൾ നിശ്ചയിച്ചാണ് ഇടതുപക്ഷത്തിൻ്റെ ലീഡർഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അതാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്, പല സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അതിനകത്ത് വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ പോകുന്നു. വർഗീയതയില്ലാതെ മതേതര കാഴ്ചപ്പാടോടെ പോകുന്ന ഒരു പാർട്ടിയായിട്ട് തന്നെയാണ് NDA പോകുന്നത്. അതുകൊണ്ട് എനിക്കതിനകത്ത് വളരെ ഹാപ്പിയാണ്. ഏതെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ അഭിപ്രായം പറയും. അതല്ല അതിന് വിരുദ്ധമായിട്ടാണ് NDA പോകുന്നതെങ്കിൽ 100% തുറന്ന് സംസാരിക്കും. ഓക്കെ, നമ്മൾ കായംകുളത്തേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പിൽ കായംകുളം നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ തമ്പി വേണ്ടുതറ മത്സരിക്കുന്നത്. കായംകുളം നിയോജക മണ്ഡലം BDJS BJPയോടൊപ്പം ചേർന്നപ്പോൾ വലിയൊരു വോട്ട് ഷിഫ്റ്റ് കായംകുളത്തുണ്ടായിരുന്നു. ആദ്യമായി BDJS ഉണ്ടായ വർഷത്തിൽ തന്നെ ഏതാണ്ട് 7,000 നിന്ന് 20,000-ലേക്കുള്ള ഒരു കുതിപ്പ് കായംകുളം ഉണ്ടായി. അതുപോലെ തന്നെ കായംകുളം നഗരസഭയിൽ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായി. എന്നാൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്തത്. BDJS അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതേസമയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് കായംകുളം നിയോജക മണ്ഡലത്തിൽ വരികയും ചെയ്തു. അത് കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇതിനിടയിൽ സംഭവിച്ച പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിച്ച പെർഫോമൻസിലേക്ക് എത്തിയില്ല എങ്കിൽ പോലും കായംകുളം നഗരസഭയിൽ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു, പഞ്ചായത്തുകളിലും സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തുടർച്ച, അതല്ലെങ്കിൽ തമ്പി മേട്ടുതറ എന്ന സ്ഥാനാർത്ഥിയുടെ അഡ്വാൻറ്റേജ് കൂടി ചേരുമ്പോൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 100% ഈ സീറ്റ് ഞങ്ങൾ ജയസാധ്യതയിലേക്ക് മാറിക്കഴിഞ്ഞു. കാരണം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു BJP NDAക്ക് അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് കായംകുളം. നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ശരിയാണ്. അതിനുശേഷം വലിയ മാറ്റം മോദിജിയുടെ ഗവൺമെൻറ്റിന് താല്പര്യമുള്ള, മോദിജിയുടെ വികസനത്തെ താല്പര്യമുള്ള ഒരു വലിയ നിഷ്പക്ഷരായ വോട്ടർമാർ കായംകുളത്തുണ്ട്. ആ വോട്ട് ഒരു ഷിഫ്റ്റ് ചെയ്യുന്നത് മുഴുവൻ NDAക്കാണ് വരുന്നത്. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇപ്പോഴും നമ്മുടെ NDAയിലേക്ക് പൂർണ്ണമായി ലയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത് അവർ നേരത്തെ തെറ്റായ ധാരണ അവർ പരത്തിക്കൊണ്ടാവാം. അത് ആ ഷിഫ്റ്റിംഗ് കൂടെ ഉണ്ടായാൽ ഒരു 100% പറയുന്നു കായംകുളം മാത്രമല്ല, കേരളത്തിൽ നിരവധി സീറ്റുകളും നല്ല ഭൂരിപക്ഷത്തിൽ NDAക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് കായംകുളവും അതിനോടൊപ്പം തന്നെ 1ാം സ്ഥാനത്തെത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. മൊത്തത്തിൽ BJP കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം BJP വലിയ അനുരണനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നൊരു തെരഞ്ഞെടുപ്പാണ് ഈ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും BJPയെ മറ്റു പാർട്ടിയുടെ അണ്ടർ കറൻ്റായിട്ട് മറ്റു പാർട്ടികൾക്ക്, അതായത് LDFനും UDFുമായിട്ടുള്ള ഡീൽ ഉറപ്പിക്കുന്ന ഏതോ അർത്ഥത്തിൽ ഉള്ള ഒരു ചെറുകക്ഷി എന്ന സ്വഭാവത്തിലേക്ക് മാത്രമായി മാറുകയും വരുന്ന തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലും സർവേകളിലും ഒക്കെ തന്നെ ഇപ്പോഴും ഇന്ത്യയുടെ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് 1 മുതൽ 2 വരെ, 1 മുതൽ 3 വരെ എന്നൊക്കെയുള്ള സീറ്റിലേക്ക് മാത്രമായി പരിമിതപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ഏജൻസിയല്ല, പല ഏജൻസികൾ നടത്തുന്ന സർവേയിലും അങ്ങനെയാണ് കാണുന്നത്. ഈ എന്താ പറയുക, ഇത്തരം ഒരു ഇതിനെ മറികടക്കാൻ, ഈ ഇങ്ങനെയുള്ള നറേറ്റീവുകളെ മറികടക്കാൻ BJPക്ക് ഒന്നും ചെയ്യാനില്ല. സത്യത്തിൽ NDAക്ക് ഒന്നും ചെയ്യാനില്ല.
അല്ല, അതിനകത്തൊരു സംഭവം മനസ്സിലാക്കുന്നത് ഒരുപാട് PR ഏജൻസികൾ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. വലിയ ഫണ്ടുകളാണ് അവർ പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ വലിയ ഏജൻസികൾ NDA ഉണ്ടല്ലോ. അല്ല, ഞാൻ വലിയ പാർട്ടി, അതെ, ഞാൻ പറഞ്ഞു ഇന്ത്യ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുന്നത്, ഒരുപാട് ട്രോളുകൾ നടത്തുന്ന, അതിന് തന്നെ ഏജൻസികൾ വെച്ച് പുലർത്തുന്ന പാർട്ടിയാണല്ലോ NDA. അല്ല, NDA സോഷ്യൽ മീഡിയ നല്ലവണ്ണം കൈകാര്യം ചെയ്യുന്നത് ഇല്ല എന്നൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ കേരളത്തിലെ മിക്കവാറുമുള്ള പ്രധാനപ്പെട്ട ചാനലുകളുടെയൊക്കെ നിങ്ങൾ തിരഞ്ഞെടുപ്പ് സർവേ നിങ്ങൾ ശ്രദ്ധിച്ചു. മാതൃഭൂമി അടക്കമുള്ള ഏറ്റവും അവസാനമായി വന്ന മാതൃഭൂമി അടക്കം അവർ ഏത് അർത്ഥത്തിലാണ് സർവേ നടത്തിയത്? 24 പഞ്ചായത്തുണ്ട് എന്ന് പറഞ്ഞു. പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന് മാത്രം. 21 ഗ്രാമപഞ്ചായത്ത് വാർഡുകളേ ഉള്ളൂ അവിടെ. അപ്പോൾ അവരുടെ വോട്ടർമാർ എവിടെ നടത്തിയ സർവേ നടത്തിയത്? 24 വാർഡുണ്ടെന്നാണ് പറഞ്ഞത്. ജനങ്ങളോട് അതുപോലെ പറ്റെന്ന് പറഞ്ഞു. MLA ഒരു വാർഡ് മെമ്പറെ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറയുക. ഒരു സർവേ നടത്തുന്ന ഒരു പത്രത്തിൻ്റെ ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിയാനുള്ള പ്രബുദ്ധത കേരളത്തിലെ ജനതയ്ക്കുണ്ട്, കായംകുളത്തെ ജനവാസികൾക്കും അറിയാം. ഇത് സർവേ തട്ടിക്കൂട്ടിയെടുക്കുന്ന നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചനുസരിച്ചുള്ള സർവേകളും അതനുസരിച്ചുള്ള ഫലങ്ങളുമാണ് വരുന്നത്. അതൊന്നും താല്പര്യമില്ല. ഞങ്ങൾ നമ്മുടെ സർവേ ജനങ്ങൾ നടത്തട്ടെ. ജനങ്ങൾ അതിനാണല്ലോ 9-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ സർവേക്ക് വേണ്ടിയാണ്. അല്ല, അതിനിടയ്ക്ക് വന്ന് ഇതുപോലുള്ള തട്ടിപ്പ് സർവേക്ക് വേണ്ടിയല്ല. ജനങ്ങളിതൊക്കെ അറിയാനുള്ള ബോധേടാണ്. അത് മനസ്സിലാവും. 9-ാം തീയതി കഴിയുമ്പോൾ മനസ്സിലാവും. ജനങ്ങളുടെ വെടിക്കൽ ഇതെല്ലാം അറിയും 100%. ഇതൊക്കെ തട്ടിപ്പാണെന്നുള്ളത് നോർത്ത് ഇന്ത്യയിൽ പോലെ ചില സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പോലെ അല്ല കേരളം. അവിടെയൊക്കെ ചിലപ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ പണ്ട് കോൺഗ്രസ് ഇരുന്ന സമയത്തൊക്കെ നടന്നു കാണും. ഇപ്പോൾ അത് കേരളത്തിൽ അത് ചിലവാൻ പോകുന്നില്ല. 100% കൃത്യമായിട്ട് ജനങ്ങൾ ബോധവാന്മാരാണ് കേരളത്തിലെ ജനങ്ങൾ. പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കായംകുളം. പണ്ടത്തെ പല സാംസ്കാരിക കേന്ദ്രങ്ങളൊക്കെ നിലകൊള്ളുന്ന ഒരു കേന്ദ്രം. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധം കായംകുളത്തെ ജനങ്ങൾക്കുണ്ട്. കായംകുളത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ മീനുകളോട് അല്ല ഇപ്പോൾ തമ്പി മേട്ടുതറ നേരിടുന്നത്. ഒരു പക്ഷേ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഓരോരുത്തരും അധികാരത്തിൽ വന്നാൽ കേരള നിയമസഭയിലെ മന്ത്രിമാർ പോലും ആകാൻ സാധ്യതയുള്ള പ്രമുഖരെയാണ് താങ്കൾ നേരിടുന്നത്. അഡ്വക്കേറ്റ് M. ലിജു എന്ന UDF നേതാവ്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ KPCCയുടെ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പ്രതിഭ നിങ്ങളോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലുണ്ടായിരുന്ന, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, 2 ടേം MLA ആയിരുന്നവരാണ്. അപ്പോൾ ഈ നിലയ്ക്കൊക്കെ പ്രമുഖരായ ആളുകളെ നേരിടുന്ന വലിയ മീനുകളെ തന്നെയാണ് താങ്കൾ നേരിടുന്നത്. ആ നിലയ്ക്ക് എതിരാളികളെ കുറിച്ച് എന്താണ് പറയാം? എതിരാളികളെന്ന് പറയുന്നവർ ഈ ഭരണം കിട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞു, മന്ത്രിമാരാകുന്നതിനെ കുറിച്ച് ഇപ്പം അദ്ദേഹം സൂചിപ്പിച്ചു. ഭരണം കിട്ടണ്ടേ? NDA ഒരു ഡിസൈഡിങ് ഫാക്ടറായി കേരളത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ പറയുന്ന UDF-ഓ LDF-നോ ഒന്നും ഭരണം കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ഡിസൈഡിങ് ഫാക്ടറായി കേരളത്തിൽ തമ്പി മേട്ടുതറ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ ഈ ചർച്ചയെ നേരിടണമെന്നാണ് എനിക്കറിയുന്നത്. കായംകുളത്തെ ആളുകളോട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ NDA അധികാരത്തിൽ വരുന്ന രാജീവ് ചന്ദ്രശേഖർ പോലും പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിസൈഡിങ് ഫാക്ടർ ആയാൽ തന്നെ ഞാൻ ചോദിക്കുന്നത് എന്തെല്ലാമാണ് നമ്മുടെ പ്ലസ്? അതൊരു വെയ്ഗായിട്ടുള്ളൊരു പ്രസ്താവനയ്ക്കപ്പുറം നമുക്ക് പറയാൻ ഉള്ള നമുക്ക് പോസിറ്റീവായി കാണുന്ന എന്താണ്? ഇപ്പോൾ പറഞ്ഞ 2 സ്ഥാനാർത്ഥികളെ കുറിച്ചും പറഞ്ഞു. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട് ഞാൻ ഈ കായംകുളത്ത് പത്തിയൂരിൽ താമസക്കാരനാണ്, കായംകുളം മണ്ഡലക്കാരനാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് കായംകുളത്തിന് ഒരു MLA കായംകുളം മണ്ഡലത്തിൽ നിന്നുള്ള ആളില്ല. പുറത്തുനിന്ന് വരുന്നവർ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു, അവരുടെ കാര്യം കഴിയുന്നു, അവർ പോകുന്നു. ഒരു MLA പോലും ഇപ്പോഴത്തെ പ്രതിഭാകാരി MLA അടക്കം കായംകുളത്ത് വീടുള്ളതായിട്ട് എനിക്കറിയില്ല. താമസമായിട്ടില്ല. പിന്നെ അതിന് മുമ്പിരുന്ന CK സദാശിവനും അദ്ദേഹവും ഇവിടെ താമസിച്ചിട്ടില്ല. അദ്ദേഹം ഇവിടുന്ന് പോയി ആലപ്പുഴ പോയി താമസിക്കുകയാണ്. കാരണം ഇടയ്ക്ക് അദ്ദേഹത്തിന് തകഴിയിൽ പോകാൻ പ്രയാസമായതുകൊണ്ട് ആലപ്പുഴ വീടെടുത്ത് താമസിക്കുകയാണ്. കായംകുളം മണ്ഡലത്തിൽ താമസക്കാരാകാൻ ആരും തയ്യാറായിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധിയായ വിഷയങ്ങൾ ദൈനംദിനം അവർക്ക് ഒരു MLA എന്ന് പറഞ്ഞാൽ MLA ആയിക്കഴിഞ്ഞാൽ പാർട്ടി ഓഫീസല്ല MLA നിയന്ത്രിക്കേണ്ടത്. MLA നിയന്ത്രിക്കേണ്ടത് അടിസ്ഥാന പൾസ് മാത്രമല്ല, സ്വതന്ത്രമായി ജനങ്ങളുടെ വിഷയങ്ങൾ കേൾക്കാനും സ്വതന്ത്രമായി ഇടപെടാനും സ്വതന്ത്രമായ രീതിയിൽ വീടും ഓഫീസും ഒക്കെ അതുപോലെ കൈകാര്യം ചെയ്യണം. പലർക്കും വരണം. ജനപ്രതിയാണത്. ഒരു പാർട്ടിക്കാർ മാത്രമല്ല അവിടേക്ക് വരേണ്ടത്. അപ്പോൾ ആ സാഹചര്യം കായംകുളത്ത് ഇതുവരെ ഇല്ല. കായംകുളം ചെറിയ വികസനവും കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. കായംകുളം താലൂക്ക് എന്തുകൊണ്ട് മനസ്സിൽ തട്ടണം? കായംകുളത്തുകാർക്ക് മനസ്സിൽ തട്ടു. ആലപ്പുഴ താലൂക്കിൽ താമസിക്കുന്നവർക്ക് മനസ്സിൽ കയറണമെന്നില്ല. ഇത് കായംകുളത്തുകാരാണെങ്കിൽ നമ്മളൊക്കെ ഇദ്ദേഹം അടക്കം എത്ര കൊച്ചുനാൾ മുതൽ കേൾക്കുന്നതാണ്.
ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ആദ്യം കാണുന്ന PS ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. അന്ന് എൻ്റെ അച്ഛൻ മേട്ടുതറ നാരായണൻ്റെ വീട്ടിൽ അവിടെ ഇരുന്നാണ് ആദ്യമായിട്ട് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കുന്നത്. എത്ര വർഷമായി? 30 വർഷത്തിന് മേളായി ആ രൂപരേഖയായിട്ട് ഇരിക്കുക. ഇസ്മായിൽ അത് പ്രഖ്യാപനം നടത്തി. LA മിനിസ്റ്റർ ഇരുന്നപ്പോൾ അന്ന് G. സുധാകരനായിരുന്നു കായംകുളത്തെ MLA. അവസാനം G. സുധാകരന് വേണ്ടി അത് പ്രഖ്യാപനം നടത്തി. എന്തായി നടന്നിട്ടുണ്ടോ? U. പ്രതിഭ പറഞ്ഞു ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു? ഇലക്ഷൻ മാത്രം എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലേ? സിവിൽ സ്റ്റേഷൻ കായംകുളത്ത് പണിഞ്ഞിട്ട് എത്ര വർഷമായി? അപ്പോൾ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും താലൂക്ക് പ്രഖ്യാപനം എന്തുകൊണ്ട് വൈകുന്നു? താലൂക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. താലൂക്ക് ആശുപത്രി അത് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും പാവങ്ങൾ ആശ്രയിക്കുന്ന സ്ഥലമാണ് കായംകുളം താലൂക്ക് ആശുപത്രി. തച്ചടി പ്രവാഹൻ അടക്കം ഒരു പേര് വെച്ചിട്ട് പോയി കായംകുളം താലൂക്ക് ആശുപത്രി എന്ന് പേര് വെച്ചിട്ടുണ്ട്. ആ പേര് അതുപോലെ ചോദിക്കുന്നു. പേര് പോരെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ എല്ലാ വിഭാഗത്തിലുള്ള ജനവിഭാഗങ്ങളും ന്യൂനപക്ഷ വിഭാഗത്തിലും മറ്റു വിഭാഗത്തിലും എല്ലാവരും താഴെ തട്ടുള്ള പാവങ്ങൾ ആശ്രയിക്കുന്ന സ്ഥലമാണ് കായംകുളം ഗവൺമെൻറ് ആശുപത്രി. അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു തിയേറ്റർ കോംപ്ലക്സ് പണിയുമെന്ന് പറഞ്ഞ വലിയ വാചകത്തിൽ സംസാരിച്ചു. ആ തിയേറ്റർ കോംപ്ലക്സ് ഒരു സ്ട്രെച്ചർ നിൽക്കുക, കായംകുളത്ത് സ്ട്രെച്ചർ നിൽക്കുക. DTDCയോട് ചേർന്നിട്ടുള്ള ഒരു പാർക്ക് കായംകുളത്തുകാർക്ക് വന്നാൽ വൈകിട്ട് നമ്മുടെ കുട്ടികളടക്കം ഒന്ന് വന്ന ഒരു ഉല്ലാസത്തിന് പോകാനും ഒന്നും ഇരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അത് ചെയ്തിട്ടുണ്ടോ? മൂക്കിന് കീഴെയല്ലേ ഈ പറയുന്ന ജനപ്രതിനിധികളുടെയൊക്കെ മൂക്കിന് കീഴെയല്ലേ ചെയ്തിട്ടുണ്ടോ? നമ്മൾ കൃഷ്ണപുരത്തെ പാലസിനോട് ചേർന്നുള്ള സ്ഥലം അതൊക്കെ എത്ര പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലമാണ്. കണ്ടല്ലൂർ ദേവികുളങ്ങര പഞ്ചായത്ത് ചേരുന്ന സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി കണ്ണിന് കാഴ്ചകൾ സുഖം തരുന്ന കായലും കടലും ചേർന്ന് കിടക്കുന്ന ആ പ്രദേശങ്ങളെ ലോക ഭൂപടത്തിൽ എത്തിക്കാൻ തരത്തിൽ അതിനെ ടൂറിസത്തിനെ വളർത്താം. ആ കാഴ്ചപ്പാടെ ഇവിടെ നിന്ന് 20 വർഷം പ്രതികരിച്ച് MLA-മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം കായംകുളത്തിനെ അറിയണം, കായംകുളത്തിൻ്റെ മനസ്സിനെ അറിയണം. കായംകുളത്ത് എന്താണ് ഇത്തരം അജണ്ടകൾ ഉണ്ടായിരുന്നു. നിരവധിയായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു. മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് മാത്രം നമുക്ക് ജില്ലാ പഞ്ചായത്തിനും ചെയ്യാൻ കഴിയില്ല. എങ്കിലും ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് കേന്ദ്രീകരിച്ച് ചെയ്യേണ്ട നിരവധി വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണെങ്കിലും രാമപുരത്ത് ഹൈസ്കൂളിന് മറ്റ് സ്ഥലങ്ങളിൽ ജനങ്ങളുടെയും കൂടെ സഹായത്തിലാണ് അവിടുത്തെ ഹൈസ്കൂൾ ഗ്രൗണ്ട് വാങ്ങിച്ച് നമ്മൾ പോയത്. ആ സമയത്ത് ജനറൽ പാർക്കും ജില്ലാ പഞ്ചായത്ത് അനുമതിയില്ലാതെ 7 കോടി രൂപയ്ക്ക് SC ഫണ്ടും വനിതാ ഘടകത്തെയും മാറ്റിയാണ് അതിലേക്ക് ഫണ്ട് കണ്ടെത്തി ആ പദ്ധതി അവിടെ ചെയ്തത് ഈ പ്രതിഭ. അപ്പോൾ അങ്ങനെ അന്നേ നമ്മൾ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കായംകുളത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയുള്ള ചെയ്യാവുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ 10 വർഷമായി തുടരുന്നൊരു MLA ആണ് നമുക്കുള്ളത്. ആ MLA എന്ന നിലയ്ക്ക് കായംകുളത്ത് അവരുടെ പ്രാതിനിധ്യം ഒരു പരാജയമാണ് എന്നാണ് താങ്കൾ പറയുന്നത്? 100% നമുക്ക് ഒരു ഇതുമില്ലാതെ തന്നെ പറയാൻ പറ്റും. 100% MLA തരത്തിൽ പരാജയമാണ്. MLA ഞാൻ കാണുമ്പോഴും ജനങ്ങൾ പലപ്പോഴും ഇപ്പോൾ ചെന്നപ്പോഴൊക്കെ പലരും പറയുന്നത് പ്രൈവറ്റ് പരിപാടികളിൽ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് വരും, കൈയും വീശി സെൽഫി എടുത്ത് പോകുന്ന MLA ആയിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥ വിഷയങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾ ഈ ക്യാമറയായിട്ട് ഇന്നലെ ഞാൻ പോയ സ്ഥലങ്ങൾ എൻ്റെ കണ്ണിൽപ്പെട്ടത് മാത്രമേ ഞാൻ കൊണ്ടുതരാം. റോഡുകൾ, ഈ കായംകുളത്തെ റോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. മുനിസിപ്പാലിറ്റിക്കകത്തുള്ള റോഡുകളെല്ലാം മിക്കവാറും എല്ലാം പൊളിഞ്ഞു കിടക്കുന്നു. ഇന്നലെ സ്വീകരണം ഉണ്ടായിരുന്ന കണ്ടല്ലൂർ പഞ്ചായത്ത്, ദേവികുളങ്ങര പഞ്ചായത്ത് അടക്കം നിങ്ങൾ പത്തിയൂർ പഞ്ചായത്ത് പടിഞ്ഞാറ് ഭാഗത്താകത്തെ ഗ്രാമങ്ങളിലേക്കൊന്ന് പോയി നോക്ക്, എല്ലാ റോഡുകളും പൊളിഞ്ഞു കിടക്കുകയാണ്. ഇതുപോലൊരു റോഡിൻ്റെ വികസനം ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്ത കേരളത്തിലെ ഏക മണ്ഡലം കായംകുളമാണ്. ഇതൊന്നും അവിടെ പോകാൻ പോകില്ല. പാർട്ടിക്കാർ വിളിക്കുന്ന സ്ഥലത്ത് പോയി ബർത്ത്ഡേ പാർട്ടിക്കും പോയി ഉദ്ഘാടനത്തിനും പോയി കൈയും വീശി പോകുന്ന രീതി ആവരുത് MLA. പൊതുപ്രവർത്തകർക്ക് അങ്ങനെ ആകണമെന്ന് എല്ലാവരുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യണം. പക്ഷേ നമ്മൾ MLA തരത്തിലൊരു നമുക്കതിന് ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അടിസ്ഥാനമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. BDJS എന്ന നിലയ്ക്ക് ഉള്ള ഇപ്പോൾ നമ്മൾ BJPയും BDJSും അടങ്ങുന്ന NDAയുടെ കാൻഡിഡേറ്റായിട്ടാണ് താങ്കൾ ഉള്ളത്. ഈ പറഞ്ഞ പൊതുജന പ്രശ്നങ്ങൾ എന്ന നിലയ്ക്ക് BDJS കഴിഞ്ഞ ഒരു പ്രവർത്തന കാലയളവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയമായ പ്രസ്താവനകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ സമീപനങ്ങൾ, സമരങ്ങൾ എന്താണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? NDAയ്ക്കും BDSും ഒക്കെ നമ്മളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളും സാമൂഹ്യത്തിലെ ജനങ്ങൾക്ക് തുല്യനീതി കിട്ടണം എന്ന ഒരു മാനസികാവസ്ഥയും അതനുസരിച്ചുള്ള അജണ്ടകളുമാണ് ഞങ്ങളുടെ ക്യാമ്പയിന് മുഴുവൻ ഉണ്ടാകുന്നത്. ഞാൻ ചില ഉദാഹരണങ്ങൾ ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്നലെ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളുമായി അവരുടെ വോട്ട് അഭ്യർത്ഥിച്ച് അവിടെ ചെന്നു. കശുവണ്ടി തൊഴിലാളികൾക്ക് ഒരു മാസത്തിൽ കഴിഞ്ഞ മാസം കിട്ടിയ 3 ദിവസത്തെ തൊഴിലാണ്.
എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടിയത് 1200 രൂപ എന്ന് അവർ പറഞ്ഞു. 3 ദിവസം ഞങ്ങൾക്ക് അവർക്ക് ജോലി കിട്ടിയുള്ളൂ. 1200 രൂപയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ സ്ത്രീകൾ ഈ അടിസ്ഥാന മേഖലയിലെ പരമ്പരാഗത തൊഴിൽ മേഖലയിലുള്ള തൊഴിലാളികളാണ്. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നതിന് ഏറ്റവും കൂടുതൽ മധ്യവിഭാഗങ്ങളിലും പരമ്പരാഗത തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, പാന്തയിത്ത തൊഴിലാളികൾ അടക്കം ഇതുപോലുള്ള ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് വരുന്ന പാവങ്ങൾ കുടുംബം പുലർത്താൻ വേണ്ടി മാത്രം ഈ പണിയെടുത്ത് ജീവിക്കുന്ന താഴെ തട്ടിലുള്ള ജനങ്ങൾ, അവരുടെ വോട്ടുകളുണ്ടായിരുന്ന അന്നത്തെ ഗവൺമെൻറ് വന്നത്. ആ വിഭാഗത്തിനെ ഒന്ന് സംരക്ഷിക്കാനും അവരുടെ തൊഴിൽ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട എന്താണ് വിഷയം എന്ന് പഠിച്ച് ചെയ്യാനുമുള്ള ഒരു താല്പര്യം ഗവൺമെൻറ് കാണിച്ചിട്ടില്ല. ഞാൻ അന്നലെ അവിടെ ചെന്നപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഒരു കാര്യം കൂടെ, ഒരു വിഷമം തോന്നിയ കാരണം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതാണ്ട് 400 താഴെ 367 കൂലി കിട്ടുന്നുണ്ട് ഡെയിലി. ഇവർക്ക് 3 ദിവസം വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന 1200 രൂപയാണ്. ഞാൻ ആ തൊഴിലുറപ്പ് തൊഴിലാളിയുടെ കൂലി കൂടുതലാണെന്നല്ല പറഞ്ഞത്. ഞാൻ അത്രയും കിട്ടുമ്പോൾ ഇവരെ അന്ന് അതിനെ ക്ലബ് ചെയ്തിട്ട് ഇതുമായി ചേർന്ന് ഇവർക്ക് വേറെ തൊഴിലുറപ്പ് തൊഴിലാളി പോകാൻ പറ്റില്ല. കശുവണ്ടി ഫാക്ടറിയിൽ ജോലി നിലവിലുള്ളതുകൊണ്ട് ഇവർക്ക് അവരെ ചെന്ന് കഴിഞ്ഞാൽ തൊഴിലുറപ്പിനും എടുക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന വിഭാഗത്തെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും പദ്ധതി നടപ്പാക്കാൻ ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ടോ? ഗവൺമെൻറ് അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അതും കാഷ്യൂ ഫാക്ടറിയിൽ, ഞാൻ പ്രൈവറ്റ് സെക്ടറിലെ അല്ല ഈ പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കാഷ്യൂ ഫാക്ടറികളിലെയാണ്. ഇന്ന് എരുവ കശുവണ്ടി ഫാക്ടറിയിലും പത്തിയൂർ കശുവണ്ടി ഫാക്ടറിയിൽ ഇന്നലെ പോയപ്പോഴുണ്ടായ എനിക്ക് നേരിട്ടൊരു അനുഭവം ഞാൻ പറയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് എൻ്റെ ചോദ്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഉദ്ദേശിച്ചത്. ഈ ചോദ്യത്തിൽ ഞാൻ വന്നതെന്ന് വെച്ചാൽ, അതായത് BDJS ആവട്ടെ BJP ആവട്ടെ, കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ അവർ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും നേരത്തെ പറഞ്ഞ മതപരമായ അതല്ലെങ്കിൽ മതവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഇത്തരം വിഷയങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ സെൻസിറ്റീവ് ഇഷ്യൂസുകൾക്ക് മാത്രം ആണ് പ്രാദേശികമായിട്ടും സംസ്ഥാന തലത്തിലും ഒക്കെ വലിയ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകാറുള്ളത്. തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഉന്നയിച്ചത്. പക്ഷേ തമ്പിയുടെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ ഈ വന്ന ഒരു ടൈമിൽ എപ്പോഴാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പ്രൊട്ടസ്റ്റ് BDJS സംഘടിപ്പിച്ചിട്ടുള്ളത്? ഞാൻ BDJS സംഘടിപ്പിച്ചതിന് ഞങ്ങൾ എപ്പോഴും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരുപാട് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് എൻ്റെയും സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിലെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് പരമ്പരാഗതമായി അന്ന് നിന്നിരുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖല ഒരു സെക്കൻഡ് ഞാനൊന്ന് പറയുന്നത് അതിലേക്ക് വരികയാണ്. ആ മേഖലയിലെ ട്രേഡ് യൂണിയൻ സംവിധാനം ആരുടെ ഇരിക്കുമെന്ന് അറിയാമോ? പ്രധാനപ്പെട്ട ഇവിടുത്തെ വലിയ പാർട്ടികൾ CITU, INTUC, AITUC അടങ്ങുന്ന ട്രേഡ് യൂണിയൻ BMS വളരെ കുറച്ചുള്ളൂ അതിനകത്ത്. അപ്പോൾ അതിനകത്താണ് ഈ സംഘടനകളെല്ലാം നിലനിൽക്കുന്നത്. വളരെ കുറച്ചുള്ളൂ BMS ഉള്ളത്. അപ്പോൾ ഈ സംഘടനകളുടെ കൺട്രോൾ ഇവർ പറയുന്നത് വിശ്വസിക്കുന്ന പാവങ്ങളാണ്. പക്ഷേ അതിൻ്റെ വസ്തുത മനസ്സിലാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറച്ച് പേരൊക്കെ അത് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവർ മറ്റു തലത്തിൽ എത്തിക്കുന്നില്ല. പക്ഷേ നിരന്തരമായ പല ക്യാമ്പയിനുകളും NDA ഏറ്റെടുത്തിട്ടുണ്ട്, BDS ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ശ്രദ്ധിക്കേണ്ട മേഖല ആരാണ്? ഈ ഏറ്റവും അടിസ്ഥാന വോട്ട് LDFിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ഈ പറയുന്ന പരമ്പരാഗത മേഖല കശുവണ്ടി തൊഴിലാളികളുടെ. മധ്യഭാഗങ്ങളിലെ വലിയ സമയം MN ഗോവിന്ദനായിരുന്നു എൻ്റെ ആദ്യത്തെ സെക്രട്ടറി. എൻ്റെ അച്ഛനും അതൊക്കെ അന്ന് ഇവിടുത്തെ പ്രസിഡന്റ്. ഞാൻ പറഞ്ഞാൽ അത് അവരിലൂടെയൊക്കെയാണ് പാർട്ടി വളർന്നത്. ആ മേഖലയ്ക്ക് ഗ്രാറ്റുവിറ്റി ഇനത്തിൽ ഏതാണ്ട് 5 കോടി അല്ലെങ്കിൽ 6 കോടി. എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞ വൈവിധ്യമാർന്ന ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും NDAയുടെയോ BJPയുടെയോ ഒക്കെ അജണ്ടയിലേക്ക് ഇത്തരം വിഷയങ്ങൾ വരുന്നില്ല എന്നിടത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി. മറ്റ് മത കാര്യങ്ങളുമൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പോകുന്നു എന്നാണ് പറഞ്ഞു വന്നത്. മുഖ്യധാരയിലെ മനുഷ്യരെ ബന്ധിക്കുന്ന പല വിഷയങ്ങളെയും അവഗണിക്കുകയും ചെയ്യുന്നു എന്നല്ല. പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും നമ്മൾ അഭിപ്രായം BDSഉം NDAയും പറയാറുണ്ട്. പിന്നെ മനുഷ്യനെ ഡിവൈഡ് ചെയ്യുന്ന ചില അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില പ്രസംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതും ചൂണ്ടിക്കാണിക്കേണ്ടത് NDAയുടെ ഭാഗമാണ്. കാരണം മതമാണ് ഒരു സെക്കൻഡ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. മതമാണ് എന്ന് പറയുമ്പോൾ അത് മതമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ ആർക്ക് കഴിയണം? LDF നേതൃത്വത്തിനും കഴിയണം, UDF നേതൃത്വത്തിനും കഴിയണം. അത് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടി വരും. നമ്മൾ NDAയ്ക്ക് അത് പറയേണ്ടി വരും. അത് ഇന്നതാണ്, അത് ജനങ്ങളുടെ മുന്നിൽ BDJSന്റെ കാൻഡിഡേറ്റായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൗണ്ടറായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ കൂടി വരും. അല്ല, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറയാനുണ്ടായ അപരപ്രിയതയും അയൽപക്കത്തായവും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ ധർമ്മപരിപാലനം നടത്തുന്ന ഒരാൾ കേരളത്തിൽ വലിയ സെഡിഷൻ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിയപ്പോൾ
BDJs ഏത് സ്റ്റാൻഡാണുള്ളത്? അല്ല, അദ്ദേഹത്തെ ഫീൽഡ് ചെയ്യാൻ, അദ്ദേഹത്തെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഫീൽഡിൽ ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പോലും ഈ തെരഞ്ഞെടുപ്പിൽ BDJസിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സാമൂഹിക നീതിയാണ് BDS മുന്നോട്ട് വെക്കുന്ന പ്രധാന മുദ്രാവാക്യം. അത് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി, SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പറയാനുണ്ടായ സാഹചര്യം, വളരെ നാളുകളായി സമൂഹത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കണ്ടേ? ഞാൻ UDF ഇങ്ങനൊരു UDFൻ്റെ MLA ഈ തരത്തിൽ പ്രസംഗങ്ങൾ നടത്തി അതിനെ ഞാനത് തിരുത്തില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇന്നത്തെ ഭരണപക്ഷം അല്ലെങ്കിൽ സംസ്കാരിക നായന്മാർ, പലപ്പോഴും നമ്മുടെ സംസ്കാരിക നായന്മാർ പല പൊതുവിഷയങ്ങളിലും അഭിപ്രായം പറയാറുണ്ട്, മുൻകാലങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ആ സംസ്കാരിക നായന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് ഷാജി പറയുന്നത് തെറ്റാണ്, പേടിയാണ്, ഭയമാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ കേരളത്തിൽ നിന്ന് മാറണം. നമ്മൾ കേരളത്തെ മതേതര കാഴ്ചപ്പാട് നിലനിൽക്കണം 100% ആഗ്രഹിക്കുന്ന, ഹൃദയത്തിനുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ, പാർട്ടിയും അതുപോലെ തന്നെ. അപ്പോൾ ആ നിലപാടുകൾ കർശനമായും ആ നിലപാടിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. അത് ആരെങ്കിലും കാണിക്കണ്ടേ? ആരെങ്കിലും പറയാൻ വേണ്ടേ? കൗണ്ടർ ആക്ഷേപിക്കുന്നത് ഇങ്ങനെ വലിയ മതവിരുദ്ധതയും അതല്ലെങ്കിൽ അല്ലാതെ SNDP യോഗത്തിൻ്റെ നിലപാട്, SNDP യോഗത്തിൻ്റെ നിലപാട് അദ്ദേഹമായിട്ട് ചോദിക്കണം. ഞാൻ BDSൻ്റെ NDയുടെ നിലപാടാണ് പറഞ്ഞത്. സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഫീൽഡിൽ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ തമ്പിസാരം ഉണ്ടായിരുന്നു. അല്ല, പൂർണ്ണമായി അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ പറഞ്ഞല്ലോ, അതാണ് അതിനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ആവർത്തിക്കുകയാണ്, മതമാണ് എന്റെ ഐഡന്റിറ്റി. അല്ല പറയട്ടെ, മതമാണ് ഐഡന്റിറ്റി പറയുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ സംസ്കാരിക നയന്മാർ ഒരാളെങ്കിലും അത് പറഞ്ഞായിട്ട് പറ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ UDFൻ്റെതോ LDFൻ്റെതോ ഒരു സെക്കൻഡ് ഇത്തരം ആരോപണങ്ങൾ ഇവരെല്ലാം തന്നെ ഞാൻ ആരോപണം പറഞ്ഞല്ല, വസ്തുതയാണ് പറഞ്ഞത്. എന്നെ പോലുള്ള ഒരു മതേതരവാദിയുടെ മനസ്സിൽ എനിക്ക് വേദന ഉണ്ടാക്കി. അപ്പം അത് മറ്റുള്ളവരിൽ എത്ര വേദന ഉണ്ടാക്കും? പറഞ്ഞാൽ ഒരു മാധ്യമത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വഷളായി നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നുകൊണ്ടാണ് അതിലേക്ക് കിടക്കാത്തത്. സ്വാഭാവികമായിട്ട് അല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ കോടതി തന്നെ നേരിട്ട് ഇടപെട്ട സംഭവമാണ് ഗുരുവായൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന, തൃശ്ശൂരിൽ ഊഞ്ഞാറ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രസ്താവന. ഇതെല്ലാം ഇന്ത്യക്കാരാണ്. പറഞ്ഞ ആളുകളെല്ലാം ഇതെല്ലാം നിങ്ങളോടൊപ്പം മതേതര കേരളത്തിന്റെ ആ ചർച്ചയിലേക്ക് പോകേണ്ടത്. കായംകുളത്തേക്ക് വരാം, അവസാനിപ്പിക്കാം. മതേതര കേരളത്തിന് കോട്ടം തട്ടുന്ന, ആ മനുഷ്യന് കോട്ടം തട്ടുന്ന ഒരു നിലപാടിനോടും എൻ്റെയും BDSും ഒരിക്കലും ചോദിക്കില്ല. എൻ്റെ പ്രത്യേകിച്ച് വ്യക്തിപരമായി ഞാനും ചോദിക്കില്ല. പ്രസ്താവന പൊന്നാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ കായംകുളത്തെ സംബന്ധിച്ചിടത്തോളം, കായംകുളത്തെ BDJസിനെ പോലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, തമ്പിമേട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കായംകുളത്തിന് വ്യക്തിപരമായ സ്വാധീനങ്ങളുള്ള വലിയ സൗഹൃദ വലയങ്ങളുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാ മതക്കാരുമുണ്ട്. എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാം, താങ്കൾക്കുള്ള വലിയ സൗഹൃദ വലയത്തെക്കുറിച്ചെല്ലാം അറിയാം. അവിടെ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവരൊക്കെ ഈ കമ്മ്യൂണിറ്റി ബാലൻസിൽ ഭയങ്കരമായ വിള്ളൽ വീഴ്ത്തുന്ന 2-3 സംഭവങ്ങൾ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം. മുസ്ലിങ്ങൾ എന്തുകൊണ്ട് BDJസിനോ BJPക്കോ വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് ഇപ്പോൾ FCRA നിയമം കേന്ദ്ര സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ പുതുതായിട്ട് വന്നിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ വിവിധ മതസമൂഹങ്ങൾ അവർ അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ടത്, അവരവരുടെ സഭാ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾ, സാമൂഹികമായ ഉന്നമനം, ഇതെല്ലാം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഫോറിൻ എയ്ഡുകളും ഫോറിൻ കോൺട്രിബ്യൂഷനും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് തരത്തിൽ വന്നത്. അതിനെ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ വഖഫ് നിയമം വരുന്നു, FCRA വരുന്നു, ഇതെല്ലാം ഓരോ സമുദായങ്ങളെ ഉന്നം വെച്ചുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം ആണ് യഥാർത്ഥത്തിൽ NDA അല്ലെങ്കിൽ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം പുലർത്തുന്നത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ അപകടമായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും മൂർധന്യ സംഭവത്തിൽ തന്നെ വന്ന ഈ സന്ദർഭത്തിൽ സഭാ കേന്ദ്രങ്ങളിൽ നിന്നോ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളിൽ നിന്നോ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്നോ ഒക്കെ എങ്ങനെയാണ് NDA വോട്ട് സമാഹരിക്കാൻ കഴിയുക? ഞാനൊന്ന് ആദ്യമായി പറയാം, ഇതിനൊരു അക്കൗണ്ട് വരുന്നതിനകത്ത് എന്താണ് തെറ്റ്? ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അതിനൊരു കണക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ആയിരിക്കാം. ഓഡിറ്റ് ഉണ്ടല്ലോ നമ്മുടെ സംവിധാനങ്ങൾ, ഒരു കണക്ക് വരട്ടെ. പക്ഷെ ഞാൻ ആരെയെങ്കിലും ബോധപൂർവമായി ഏതെങ്കിലും സമുദായത്തെ അതിന് വേണ്ടിയുള്ളതാണെങ്കിൽ നമ്മളതിന് ചോദിക്കില്ല. ഏതെങ്കിലും ബോധപൂർവമായി അത് നമുക്ക് വരട്ടെ, അത് നമുക്ക് മനസ്സിലാക്കാം. ഏതെങ്കിലും ഒരു മതത്തെ മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള ഏതെങ്കിലും നിയമ നടപടികളാണ് എങ്കിൽ അതിന് അപ്പോൾ ആ സമയത്ത് നമ്മുടെ അഭിപ്രായം നമ്മൾ തുറന്നു പറയും. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കണ്ടസ്റ്റ് ആവട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് കായംകുളം എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും തമ്പി മേട്ടുതറ എന്ന മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്
കായംകുളത്ത് ഇന്ത്യയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ടുണ്ട്. എല്ലാ സന്തോഷവും നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം. ഇവിടെ കായംകുളം എനിക്ക് പരിചിതമായ സ്ഥലമാണ്, എല്ലാവരും എനിക്കറിയാവുന്നതാണ്. നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.